പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ എല്ലാവരും ഉള്ളത് അഭിമാനത്തിന്റെ ആകാശക്കുതിപ്പിലാണ്. ഭാരതത്തിലെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1ന്റെ വിക്ഷേപണം വൻ വിജയം. ശ്രീഹരിക്കോട്ടിൽ നിന്നും 12:05 വിക്ഷേപിച്ച വിക്രം 1 6 ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ലോവർ ഓർബിറ്റിലെത്തിച്ചു. ചരിത്ര വിജയം നേടിയ സ്കൈറൂട്ടിനെയും ശാസ്ത്രജ്ഞരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വന്ദേ മാതരം എന്ന് രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രിയുടെ ആശംസാ കാർഡും വിക്രം 1 ബഹിരാകാശത്തെത്തിച്ചു. ആദ്യം നമുക്ക് ആ മനോഹരമായ ആ ദൃശ്യങ്ങളൊന്ന് കാണാം. 3, 2, 1, 0. And we have liftoff of Vikram 1, India's first private orbital launch vehicle. And we have great views coming from the tracking cameras. And isn't this quite something? Vikram 1 ने अपनी उड़ान भरी, प्रथम चरण का प्रज्वलन प्रारंभ हो चुका है. सबसे पहले तो आपको बहुत बहुत बधाई. दो काम किए हैं. एक तो आसमान में नए पौधे गाड़ दिए हैं और दूसरा जमीन में भी उस रूट्स को आपने मजबूती दी है जो देश के नौजवानों को आगे आने की प्रेरणा देगी. വിവരങ്ങളുമായ ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. വളരെ അഭിമാനത്തോടെയാണ് നമ്മൾ എല്ലാവരും, ഓരോ ഭാരതീയരും ഈ വിക്ഷേപണത്തെ നോക്കിക്കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രവർത്തകരെ അല്ലെങ്കിൽ ഈ ശാസ്ത്രജ്ഞരൊക്കെ വിളിച്ചു അഭിനന്ദിച്ചു. നമുക്ക് അറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ. വിക്രം 1 വിക്ഷേപണം എങ്ങനെ ഉണ്ടായിരുന്നു, ഓരോ ഘട്ടങ്ങളും എങ്ങനെയായിരുന്നു? ചരിത്ര വിജയമായി തന്നെ ഇതിനെ കണക്കാക്കാം അല്ലേ? അപ്പം എന്തൊക്കെയാകും ഇതിന് ആകാശത്തുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ? ഐസൻ. അശ്വതി, തീർച്ചയായും ഈ വിക്രം 1ൻ്റെ ലോഞ്ച് ചരിത്രമാകുന്നത് ഒന്നാമത്തെ ഘട്ടം അത് സ്വകാര്യ റോക്കറ്റ് ലോഞ്ച് സംവിധാനത്തിലെ ആദ്യത്തെ റോക്കറ്റാണ് എന്നതാണ്. അതായത് ഭാരതത്തിൻ്റെ റോക്കറ്റ് റിക്വയർമെൻറ്റുകളുടെ അല്ലെങ്കിൽ ബഹിരാകാശ വാഹനങ്ങളുടെ റിക്വയർമെൻറ്റുകളെ സംബന്ധിച്ച് കൂടുതൽ ശക്തമായ ഒരു വ്യവസായം നവീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമായുള്ള ആദ്യ നടപടിയുടെ ഭാഗമായ വിജയകരമായ ഒരു വിക്ഷേപണമാണ് നടന്നത്. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റൊരു ചരിത്ര വിഷയം എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ ഒരു കൂട്ടമാണ് ഇതിന് പിന്നിലുള്ളത് എന്നതാണ്. അതായത് ശരാശരി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരുടെ പ്രായം 28 വയസ്സാണ് എന്ന ഏറ്റവും നിർണായകമായ ഒരു പ്രത്യേകതയും ഇതിനുണ്ട് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷമാണ്. അതുപോലെ തന്നെ ഈ റോക്കറ്റ് ലോഞ്ചുമായി ബന്ധപ്പെട്ട് ഇത് സ്വകാര്യ വിക്ഷേപണമായിരുന്നു. ആ സ്വകാര്യ വിക്ഷേപണത്തിൽ 6 പേലോഡുകളുണ്ടായിരുന്നു. ഈ 6 പേലോഡുകളുള്ള 4 സ്റ്റേജിലുള്ള റോക്കറ്റാണ് വിക്ഷേപിച്ചത്. ഇന്ന് 12:05 കൂടിയാണ് വിക്ഷേപണം നടന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് 12:05 കൃത്യം 12:05 റോക്കറ്റ് കുതിച്ചു ഉയരുകയായിരുന്നു. മറ്റൊരു നിർണായക ഘടകം എന്ന് പറയുന്നത് ഈ റോക്കറ്റിൻ്റെ ട്രജക്ടറി നേരത്തെ ഷെഡ്യൂൾ ചെയ്ത അതേ ട്രജക്ടറിയിൽ തന്നെ കൃത്യമായും അതിൻ്റെ അവസാന ഘട്ടം വരെ സഞ്ചരിച്ചു എന്നതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നൊരു ഘടകം. ഓരോ ഘട്ടങ്ങളും കൃത്യമായി, അതായത് ആദ്യത്തെ 3 സ്റ്റേജ് ഖര ഇന്ധനവും നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഓർബിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മോഡ്യൂൾ എന്ന് പറയുന്ന സംവിധാനമാണ്. ഈ ഓർബിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മോഡ്യൂൾ ഉപയോഗിക്കുന്നത് ഈ സാറ്റലൈറ്റുകളെ കൃത്യമായി ആ പ്രദേശത്ത് വിന്യസിക്കുന്ന ഏത് പൊസിഷനിലാണോ വിന്യസിക്കേണ്ടത് അവിടെ വിന്യസിക്കുന്നതിനുള്ള ഒരു സംവിധാനം കൂടിയാണത്. അത് ലിക്വിഡ് പ്രൊപ്പൽഷൻ ആയിരുന്നു. ഈ 4 ഘട്ടങ്ങളും കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്തു, കൃത്യമായി വേർപ്പെടുകയും ചെയ്തു. ആ 6 സാറ്റലൈറ്റുകളും കൃത്യമായി അതിൻ്റെ നിശ്ചയിച്ച സ്ഥലത്ത് തന്നെ വിന്യസിക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു ഘടകം എന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ് 11:30 ലോഞ്ച് നിശ്ചയിച്ചിരുന്നെങ്കിലും ചില സാങ്കേതിക സെൽഫ് ആക്ടിവേഷൻ സെക്യൂരിറ്റി മെഷറുകളുടെ ഭാഗമായി അത് നീട്ടിവെക്കുകയായിരുന്നു. 20 മിനിറ്റോളം കൗണ്ട് ഡൗൺ കൃത്യമായി നീട്ടിവെക്കുകയും 12:05 സക്സസ്ഫുള്ളായി ലോഞ്ച് നടക്കുകയും ചെയ്തു എന്നാണ് ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തത്. മറ്റൊരു നിർണായക ഘടകം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും പ്രധാനമന്ത്രിയോട് ഈ ശാസ്ത്രജ്ഞരുടെ ടീമിൻ്റെ ലീഡർ പറഞ്ഞ ഒരു വാക്കുകളാണ് ഏറ്റവും നിർണായകം. അദ്ദേഹം പ്രധാനമന്ത്രി വന്ദേ മാതരം എന്ന് എഴുതിയ ഒരു കാർഡ് ഒരു ആശംസാ കാർഡായി നൽകിയിരുന്നു. ഈ ആശംസാ കാർഡ് ഉൾപ്പെടെ ഇപ്പോൾ ബഹിരാകാശത്തെത്തിയിരിക്കുന്നു. അതായത് ബഹിരാകാശത്തും വന്ദേ മാതരം എത്തി എന്നാണ് ആ ശാസ്ത്രജ്ഞൻ അറിയിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 350 കിലോഗ്രാമോളം ഭാരമുള്ള സാറ്റലൈറ്റുകളാണ് വിക്ഷേപിച്ചത്. 453 കിലോമീറ്റർ ഉയരത്തിൽ, ഭൂമിയിൽ നിന്നും 453 കിലോമീറ്റർ ഉയരത്തിലുള്ള സബോർബിറ്റ് ലോവർ ഓർബിറ്റിലാണ് ഈ സാറ്റലൈറ്റുകളെല്ലാം തന്നെ വിക്ഷേപിക്കുകയും ചെയ്തത്. ഭാരതത്തിൻ്റെ റിക്വയർമെൻറ്റ്, അതായത് ചെറു സാറ്റലൈറ്റുകളുടെ വിക്ഷേപണം, അതുപോലെ തന്നെ കൂടുതൽ സാറ്റലൈറ്റുകളുടെ വിക്ഷേപണം സാധ്യമാക്കുന്നതിന് റോക്കറ്റുകൾ ലഭ്യമാക്കുക, അത്തരത്തിലുള്ള നീക്കങ്ങളുടെ ഏറ്റവും നിർണായകമായൊരു തുടക്കം കൂടിയായിരിക്കുകയാണ് ഈ വിക്രം 1ൻ്റെ വിക്ഷേപണം എന്നതും ഏറ്റവും നിർണായകമായൊരു ഘടകമാണ്. പ്രധാനമന്ത്രി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയും ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സംസാരിക്കുകയും ചെയ്തു. ദീർഘനേരം പ്രധാനമന്ത്രി ശാസ്ത്രജ്ഞരുമായി സംവദിക്കുകയും ചെയ്തു.
അതെല്ലാം തന്നെ ശാസ്ത്രജ്ഞർ ഔദ്യോഗികമായി തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഐസൻ, വിവരങ്ങൾ വ്യക്തമാണ്, കൃത്യമാണ്. എന്തായാലും ഭാരതത്തിലെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വൻ വിജയം. ചരിത്ര കുതിപ്പിലാണ് ഭാരതം. നമ്മുടെ സ്വപ്നങ്ങൾക്കൊക്കെ ഇനി ഒരു പരിധിയുമില്ല. ആകാശവും മറികടന്ന് ആ അഗ്നിച്ചിറകുകൾ ശ്രീഹരിക്കോട്ടിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സയൻസ് ഡെസ്കിൽ നിന്നും ഐസൻ ജോസ്.